വേർപാടിന്റെ വേദനയ്ക്ക് ഒരു വയസ്സായെങ്കിലും ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കിടയിലാണ്. ഓരോ പുതുപ്പള്ളിക്കാരന്റെയും ഹൃദയത്തിൽ കെടാത്ത നാളമായി ഉമ്മൻചാണ്ടി എന്ന നേതാവ് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. പരാതിയും പരിഭവങ്ങളും അറിയിക്കാൻ ഇന്നും ആ വെൺകല്ലറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരുടെ തിരക്കാണ്. ഈ മനുഷ്യൻ സത്യമായും നീതിമാനാണ്. ബൈബിൾ തിരുവചനത്തിന്റെ ആൾരൂപം അഗാധനിദ്ര പൂണ്ടിട്ട് ഒരു പരിക്രമണകാലം പൂർത്തിയാവുന്നു. ജനകീയനായ രാഷ്ട്രീയ നേതാവ്, സാധാരണക്കാരൻ, സൗമ്യതയുടെ പ്രതിരൂപം. മലയാളികളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മായുകയില്ല. ഒരാണ്ടിനിപ്പുറവും വിയോഗമില്ലാത്ത നേതാവായി തുടരുകയാണ് കോടി മനസ്സുകളിൽ ആ പുതുപ്പള്ളിക്കാരൻ. ജനങ്ങളുടെ മേലൊരുമി അവർക്കു വേണ്ടി നിലകൊണ്ട ഒരായുസ് കർമ്മം. ഒടുവിലൊരാണ്ടു മുൻപ് ഇനി വിശ്രമമെന്ന ദൈവനിശ്ചയം. ഉമ്മൻചാണ്ടി എന്ന അനശ്വര വ്യക്തിത്വത്തിന്റെ ദീപ്തസ്മരണയ്ക്ക് ഒരു വയസ്സ് പൂർത്തിയാകുമ്പോൾ കരോട്ട് വള്ളിക്കാലിൽ വീടും പുതുപ്പള്ളിയും അനാഥത്വത്തിന്റെ വേദനയറിയുന്നു. ആർക്കും എപ്പോഴും സമയം നോക്കാതെ കടന്നു ചെന്നിരുന്ന ചാണ്ടിസാറിന്റെ തറവാട്ടിൽ ആളൊഴിഞ്ഞിട്ട് നാളേറെയായി. ഇപ്പോഴും അവിടെ എത്തിയാൽ അനുഭവിച്ചറിയാം കുഞ്ഞുഞ്ഞിന്റെ സാന്നിധ്യം. ആ മുറിയും കസേരയും മേശയുമെല്ലാം ഓസിയുടെ സാന്നിധ്യം പേറുന്നു. പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടി മാത്രമാണ്. അന്നും ഇന്നും ഇനി എന്നുമെന്നാണ് പുതുപ്പള്ളിക്കാർ തന്നെ പറയുന്നത്. ചാണ്ടിസാർ ഇനി എന്നും പുതുപ്പള്ളിയിൽ തന്നെ ഉണ്ടാകുമല്ലോ എന്നായിരുന്നു വേർപാടിന്റെ നീറ്റിലും ആ മനുഷ്യർ പറഞ്ഞത്. പുതുപ്പള്ളി വലിയ പള്ളിയിലെ കല്ലറയാണ് ഇന്ന് ഈ നാടിന്റെ ഹൃദയം. ആരാധനാലയം പോലെ പവിത്രമായി അവരാ കല്ലറയിൽ എന്നും തിരികൊളുത്തും, പുഷ്പങ്ങൾ അർപ്പിക്കും. ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും പരാതികളുമൊക്കെ അന്നത്തെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവർ ഇന്നും വന്ന് പറയാറുണ്ട്. അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളൂ 40-40 വർഷമായി സാറിൻ്റെ കൂടെ നടക്കുന്നവരാണ്. സാറിനെ പിന്തുടർന്ന് ജീവിച്ചത്. സാറിപ്പോഴും പോയി എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം വലിയ ഒരു നഷ്ടം തന്നെ. പുതുപ്പള്ളിയിൽ നിന്ന് മാത്രമല്ല, പുറം ദേശങ്ങളിൽ നിന്നും ജനകീയ നേതാവിനെ മനസ്സുകൊണ്ട് കാണാൻ ആളുകൾ പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു. സ്നേഹം അനേക പാപങ്ങളെ മായ്ക്കുന്നു. അദ്ദേഹം ചെയ്ത സ്നേഹപ്രവർത്തികളെ, ചാരിറ്റി പ്രവർത്തനങ്ങളെ, അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും കറകൾ, പോരായ്മകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കാരുണ്യവാനായ ദൈവം അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ തന്നെ അദ്ദേഹത്തെ നിഷ്കളങ്കമായ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടി സാർ ഇന്നും ഇവർക്കെല്ലാം വെളിപ്പുറത്ത് തന്നെയുണ്ട്. മനസ്സുകൊണ്ടർപ്പിക്കുന്ന നിവേദനങ്ങളും പരാതികളുമെല്ലാം ചാണ്ടിസാർ അന്നത്തെ പോലെ തന്നെ സ്വീകരിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഒരു സാർത്ഥക ജീവിതത്തിന്റെ മുഴുവൻ പുണ്യവും പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഈ കല്ലറയിൽ അനുഭവിക്കുന്നുണ്ടാവാം. ഒടുവിൽ ഈ കല്ലറയിൽ ഉറങ്ങുമ്പോഴും ഉമ്മൻചാണ്ടി ഉണർന്നിരിക്കുകയാണ് ഓരോ പുതുപ്പള്ളിക്കാരൻ്റെ മനസ്സിലും. അവരുടെ പരാതികളും പരിഭവങ്ങളും അദ്ദേഹം ഇന്നും കേൾക്കുന്നുണ്ട്. എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.